ജസ്റ്റ് ഒരു സൃഷ്ടി, ഒരു സൃഷ്ടാവ് എന്നതിനേക്കാൾ നമുക്കൊരു അപ്പനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് അന്ധകാര ശക്തികളോടാണ്. പലർക്കും ഇത് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തൊരു സത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും അതിൻ്റെ ഏതൊരറ്റത്താണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ വന്നു കഴിയുമ്പോൾ ആ പ്രശ്നങ്ങൾ കർത്താവിൻ്റെ ഒരു കരം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫ്രീഡം നമുക്ക് ദൈവത്തിലേ കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം മനുഷ്യർക്ക് ഓപ്ഷൻസ് തരാൻ പറ്റുള്ളൂ, പക്ഷേ ഫ്രീഡം തരുന്നത് കർത്താവാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മൾ മനുഷ്യന് ദൈവത്തെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ടോപ്പിക്കിലാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. അതായത് മനുഷ്യൻ എല്ലാവരോടും സംസാരിച്ച് പരസ്പരം സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് അവരോട് സംസാരിക്കുമ്പോഴും ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അവരുടെ ഒരു നീഡ് നമുക്കറിയാം. ഇതുപോലെ നമ്മളെ സൃഷ്ടിച്ച സ്വർഗത്തിലൊരു അപ്പനുണ്ട്. ഒരു സൃഷ്ടാവ് എന്നതിനേക്കാൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഇതിനകത്ത് നമ്മളെല്ലാവരും ലേഖനങ്ങളിൽ പറയുന്നത് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളെന്നൊരു പൊസിഷനിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. അപ്പോൾ ഒരു സൃഷ്ടി, ഒരു സൃഷ്ടാവ് എന്നതിനേക്കാൾ നമുക്കൊരു അപ്പനാണ് നമ്മുടെ ദൈവം. അപ്പോൾ ആ ഒരു അപ്പൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് വളരാനുള്ളൊരു വിളിയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഒരു സാധാരണ അപ്പനുമായിട്ട് ഒരു കുട്ടി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, സ്നേഹം പങ്കുവെക്കുന്നു, ഇതേ ഒരു ബന്ധമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് അവൻ്റെ അപ്പൻ എത്രമാത്രം നീഡിയാണോ അതുപോലെ തന്നെ മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം അത്യാവശ്യമാണ്. നമ്മൾ ബൈബിളിൽ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു 5-6 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഈ ലോകത്തിലുള്ള മനുഷ്യരോടോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മായാവലയങ്ങളോടോ ഒരു യുദ്ധത്തെ എന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് അന്ധകാര ശക്തികളോടാണ്. പലർക്കും ഇത് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തൊരു സത്യമാണ്. അതായത് നമ്മൾ പല സ്ഥലങ്ങളിലും പല ബുക്കുകളിലും പല കാര്യങ്ങളിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഏത്തിസ്റ്റിക് വാദങ്ങളിൽ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാനുള്ള ആഗ്രഹത്തേക്കാൾ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ തേടിപ്പോകുന്ന ഒരു ജനറേഷനാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എല്ലാവരും ഒരു ഫ്രീ തിങ്കേഴ്സ് ആവാനുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കാനും നമ്മളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനും സത്യത്തിനേ കഴിയുള്ളൂ. സത്യം യേശുക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പീഡകൾ സഹിച്ച് നമ്മുടെ പാപങ്ങൾ ചുമലിലേറ്റി മരിച്ച് അടക്കപ്പെട്ട് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ. ആ ക്രിസ്തുവിനെ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്, നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കാൻ കഴിയുന്നത്, അപ്പോൾ മുതൽ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. എസ്പെഷ്യലി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും അതിൻ്റെ ഏതൊരറ്റത്താണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ വന്നു കഴിയുമ്പോൾ ആ പ്രശ്നങ്ങൾ കർത്താവിൻ്റെ ഒരു കരം നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബൈബിൾ വായിച്ചു കേട്ടപ്പോൾ വിശുദ്ധ കുർബാനയിലെ ബൈബിളിൽ വായിച്ചു കേട്ട ഒരു സുവിശേഷ ഭാഗത്തിൽ ഒരു അന്ധനായ ഒരു മനുഷ്യനെ ദൈവം സുഖപ്പെടുത്തുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ സിനാരിയോ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് മനുഷ്യർ ചോദിക്കുന്നത്, ഈ മനുഷ്യൻ അന്ധനായിരിക്കുന്നത് ഇവൻ്റെ പാപം കൊണ്ടാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണോ എന്നൊരു ചോദ്യം അവിടെ മനുഷ്യർ ചോദിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും മനുഷ്യർ കുറേ ഓപ്ഷൻസ് തരും. നിന്റെ പ്രശ്നത്തിന് കാരണം അതാണോ ഇതാണോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് തരും. പക്ഷേ ഈ ഒരു കറണ്ട് സിനാരിയോയിൽ ഈശോ പറഞ്ഞ ഒരു ഉത്തരം തന്നെ ദൈവം നമ്മുടെ കാര്യത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈശോ ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞത് അവൻ്റെ പാപം കൊണ്ടോ അവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ മഹത്വം അവനിൽ പ്രകടമാകേണ്ടതിനാണ്. സോ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും ഓരോ പ്രതിസന്ധികളെയും ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാനും ദൈവം ആഗ്രഹിക്കുന്ന ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനിലേക്ക് എത്താനും ദൈവം തരുന്ന സന്തോഷം അനുഭവിക്കാനുമുള്ള ഒരു ഫ്രീഡത്തിലേക്ക് നമ്മളെ വളർത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സോ ഈ ഒരു ഫ്രീഡം നമുക്ക് ദൈവത്തിലേ കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം മനുഷ്യർക്ക് ഓപ്ഷൻസ് തരാൻ പറ്റുള്ളൂ, പക്ഷേ ഫ്രീഡം തരുന്നത് കർത്താവാണ്. സോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റിലൈ ചെയ്യാൻ പറ്റുന്നതും റിലൈ ചെയ്യേണ്ടതും ദൈവത്തിലാണ്. നമ്മെ ക്രിയേറ്റ് ചെയ്ത, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന പിതാവായ ദൈവത്തിലേക്കാണ്. നമ്മുടെ ഒരു മെയ് മാസം സമയത്തൊക്കെ നമ്മൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിനെയോ അതുപോലെ മാതാവിൻ്റെ ഒരു പ്രതിഷ്ഠാ ജപങ്ങളൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനുശേഷം ജൂൺ മാസത്തിൽ നമ്മളെല്ലാവരും ഈശോയുടെ തിരുഹൃദയ ഭക്തിയെ പറ്റി പ്രൊമോട്ട് ചെയ്യുന്നൊരു സമയമാണ്. ആ ഒരു പുസ്തകത്തിൽ തിരുഹൃദയത്തിൻ്റെ ഒരു പ്രതിഷ്ഠാ ജപങ്ങളുടെ ആ ഒരു ദിവസങ്ങളിൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു വരിയുണ്ട്. അതായത് നമ്മുടെ എല്ലാവരുടെയും ആത്മാവിന് വേണ്ടി കർത്താവ് എത്രമാത്രം ദാഹിക്കുന്നു, നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം എത്രമാത്രം ഭാരപ്പെടുന്നു എന്നൊരു ധ്യാനം ആ ഒരു തിരുഹൃദയ ധ്യാനത്തിലുണ്ട്.
നമ്മളെല്ലാവരെയും സ്നേഹിക്കും. നമ്മളെല്ലാവരും പലരെയും സ്നേഹിച്ചിട്ടുണ്ടാവും, നമ്മൾ സ്നേഹിക്കുന്നുണ്ടാവും. അപ്പോൾ അവരൊരു നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഹൃദയവേദയുണ്ട്. ഇത് ഈ ഒരു ഹൃദയവേദ ഓരോരുത്തർക്കും വേണ്ടി ഈശോ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന് നമ്മുടെ പിതാവായ ദൈവവും അതിലൂടെ പിതാവിനെ കാണിച്ചു തരാനായിട്ടാണ് പുത്രനായ ഈശോ വന്നത്. അപ്പോൾ ആ ഒരു സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കാനും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ആ ഒരു മനുഷ്യത്വത്തിന്റെ, ഒരു സ്ത്രീത്വത്തിന്റെയും ഒരു പുരുഷൻ എന്നൊരു അവസ്ഥയുടെയും പൂർണ്ണത നമ്മൾ കാണുന്നത് ഈ ദൈവത്തിലാണ്. അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ പർപ്പസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ദൈവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ജീവിതം നന്നായി ജീവിക്കാൻ നമുക്ക് ദൈവം കൂടിയേ തീരൂ. ദൈവത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ജീവിതം, ഒരു ലൈഫ് ഒരു ജേണി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡെസ്റ്റിനിയും ഇതിൻ്റെ ഒരു ലക്ഷ്യവുമൊക്കെ ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവത്തെ കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാം നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പരിശുദ്ധ മറിയമാണ്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ നമുക്ക് ലൈഫ് തുടങ്ങാം. അമ്മ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഈശോ ഒരു കിണറ്റിന്റെ കരയിൽ ഒരു നട്ടുച്ചയ്ക്ക് ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈശോനെ നമ്മൾ കാണുന്നുണ്ട്. 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും ഇപ്പോൾ കല്യാണം കഴിക്കാത്തൊരു വ്യക്തിയുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. ആ ഒരു സ്ത്രീയോടുള്ള സംഭാഷണത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, യഥാർത്ഥ ആരാധകരെ കുറിച്ച്. മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, അതുപോലെ ഓരോ രീതിയിൽ പല രീതിയിൽ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. അങ്ങനെ പല രീതിയിൽ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ അതിനേക്കാൾ ഉപരി കർത്താവ് ഒരു അണ്ടർലൈൻ ചെയ്ത് പറയുന്നൊരു സെന്റൻസ് ഉണ്ട്. അതായത് യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെയാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. നമുക്കൊന്ന് നമ്മുടെ ലൈഫിലേക്ക് നോക്കാം. നമ്മുടെ ശരീരം ഒരു ദൈവാലയമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് നമ്മുടെ ലൈഫ് കീപ്പ് ചെയ്യുന്നത് വഴി നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും. അങ്ങനെ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസിൽ ഈശോ വരും. നമ്മൾ കാണുന്നുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു വ്യക്തിപരമായി മാത്രം എടുക്കാതെ, അതായത് പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമ്മൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് പുത്രനായ ദൈവവും പിതാവായ ദൈവവും പ്രസന്റ് ആണ്. സോ ആ ഒരു ഹോളി യൂണിയനിലായിരുന്നുകൊണ്ട് നമുക്ക് ഈശോനോട് വളരെ ഒരു സുഹൃത്തിനെ പോലെ സംഭാഷണം ചെയ്യാനും ഒരപ്പൻ്റെ സ്നേഹം അനുഭവിക്കാനും കൂടുതൽ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന നമ്മളിലുള്ള ആ ഒരു പർപ്പസിലേക്ക് നടന്നെടുക്കാനും നിങ്ങൾക്കും എനിക്ക് സാധിക്കും. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.